പ്രിയ സുഹൃത്തുക്കളെ, തുറന്ന പുസ്തകം ഗ്രൂപ്പിന്റെ ലൈഫ് ടിപ്സിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. ദോഷം മാറാൻ എന്തു ചെയ്യണം? യുവതി യുവാക്കൾക്കായുള്ള സെമിനാറിൽ വെച്ച് ചൊവ്വാദോഷക്കാരിയായ ഒരു പെൺകുട്ടിയെ കണ്ടുമുട്ടി. 28 വയസ്സുകാരിയായ ഒരു ടീച്ചർ, ഒരു കൂട്ടുകാരി നിർബന്ധിച്ച് കൊണ്ടുവന്നതായിരുന്നു അവരെ. ഞാൻ ഈ ദോഷക്കാരിയോട് ചോദിച്ചു, എന്താണ് കുട്ടിയുടെ വിവാഹം നടക്കാത്തത്? അവൾ പറഞ്ഞു, എനിക്ക് ചൊവ്വാദോഷമുണ്ട്. ആര് പറഞ്ഞു അത്? ജ്യോത്സ്യൻ. നിങ്ങളുടെ വിവാഹം നടക്കാത്തതിന് ഉത്തരവാദി ജ്യോത്സ്യനാണെന്ന് ഞാൻ പറഞ്ഞാൽ വിഷമിക്കുമോ? ഉണ്ട്, യുവതി പറഞ്ഞു. നിങ്ങളുടെ വിവാഹം നടക്കാത്തതിന് പ്രധാന കാരണം നിങ്ങളുടെ മാതാപിതാക്കളും ജ്യോത്സ്യനും പിന്നെ നിങ്ങളുമാണ്. ഇത് ശരിയല്ലേ? നിങ്ങൾക്ക് ചൊവ്വാദോഷമുണ്ടെന്ന് നിങ്ങൾ എന്നാണ് അറിഞ്ഞത്? ഞാൻ ഓർമ്മ വെച്ച നാൾ മുതൽ കേൾക്കുന്നതാണ്, യുവതി മറുപടി പറഞ്ഞു. എന്നുവെച്ചാൽ കുഞ്ഞിലെ മുതൽ നിങ്ങളുടെ വിവാഹം നടക്കില്ല എന്ന് ചിന്തിച്ചാണ് നിങ്ങൾ വളർന്നത്. മാതാപിതാക്കളും അങ്ങനെ തന്നെ ചിന്തിച്ചു. നിങ്ങളുടെ വിവാഹം എത്ര നീളുന്നുവോ അത്രയും ഗുണം ജ്യോത്സ്യനും. എത്രയോ വർഷങ്ങളായി നിങ്ങൾ ജ്യോത്സ്യന് പണം കൊടുക്കുകയല്ലേ? യുവതി പറഞ്ഞു, അദ്ദേഹം മിടുക്കനാണ്. അതെനിക്കറിയാം, ഞാൻ പറഞ്ഞു. അച്ഛനും അമ്മയും നിങ്ങളും കല്യാണം നടക്കില്ലെന്ന ഉറച്ച വിശ്വാസത്തിൽ മുന്നോട്ട് പോയാൽ പിന്നെ എങ്ങനെ കല്യാണം നടക്കും? നിങ്ങളുടെ വിശ്വാസം കൊണ്ടാണ് വിവാഹം നടക്കാതെ പോകുന്നത്. വിശ്വാസം നേരുള്ളതായാലും അന്ധവിശ്വാസമായാലും അതിന് ഫലമുണ്ടാകും. അച്ഛനെയും അമ്മയെയും കൂട്ടി ഒരു ദിവസം എന്നെ കാണാൻ വരാമെന്ന് പറഞ്ഞുകൊണ്ട് അന്നത്തെ ഞങ്ങളുടെ സംസാരം അവസാനിപ്പിച്ചു. കൃത്യം ഒരാഴ്ച കഴിഞ്ഞപ്പോൾ യുവതി അച്ഛനും അമ്മയുമായി വന്നു. ദീർഘനേരത്തെ സംസാരത്തിന് ശേഷം ഞാൻ അവരോട് ചോദിച്ചു, നിങ്ങളുടെ ബന്ധുക്കളുടെ വീട്ടിലെ ഏതെങ്കിലും കല്യാണങ്ങൾ നിങ്ങൾ മുടക്കിയിട്ടുണ്ടോ? ആദ്യമൊക്കെ അവർ എതിർത്തെങ്കിലും പിന്നീട് വിശദമായ ഒരു കഥ പറയുകയുണ്ടായി. ഒരു വിവാഹം മുടക്കിയതിന്റെ കഥ. ഞാൻ ഒടുവിൽ അവരോട് പറഞ്ഞു, നിങ്ങൾ ആദ്യമായി ചെയ്യേണ്ടത് ആ വിവാഹം മുടക്കിയതുമായി ബന്ധപ്പെട്ട് നിങ്ങളുമായി പിണങ്ങിയിരിക്കുന്ന നിങ്ങളുടെ ആ ബന്ധുക്കളുമായി സൗഹാർദ്ദത്തിലാവുകയാണ് വേണ്ടത്. ഇത് കേട്ടപ്പോൾ അവരുടെ മുഖം വാടുന്നത് കണ്ടു. പിന്നീട് അവരെ കാണുന്നത് 2 മാസങ്ങൾക്ക് ശേഷമാണ്. അന്നവർ വലിയ സന്തോഷത്തിലായിരുന്നു. അവരുടെ ഫാമിലിയിൽ ഉണ്ടായിരുന്ന പ്രശ്നങ്ങളെല്ലാം തീർന്നെന്നും തികച്ചും സന്തോഷമാണെന്നും അവർ പറഞ്ഞു. പിന്നീട് ഞാൻ ചോദിച്ചു, നിങ്ങൾ ഇതുവരെ എത്ര രൂപ ജ്യോത്സ്യന് കൊടുത്തിട്ടുണ്ട്? യുവതിയുടെ അച്ഛൻ പറഞ്ഞു, എഴുതി വെച്ചിട്ടില്ല, എങ്കിലും 1.5 ലക്ഷത്തോളം രൂപ കൊടുത്തിട്ടുണ്ട്. ഞാൻ പറഞ്ഞു, എങ്കിൽ ഒരു കാര്യം ചെയ്യൂ. നിങ്ങൾ ഏതെങ്കിലും ഒരു അനാഥാലയത്തിൽ ചെന്ന് ഒരു നേരത്തെ ആഹാരം അവിടെയുള്ള അന്തേവാസികൾക്ക് കൊടുക്കുക. ആ ആഹാരം പാകം ചെയ്യാനും വിളമ്പിക്കൊടുക്കാനും നിങ്ങൾ മുന്നിലുണ്ടെങ്കിൽ വളരെ സന്തോഷം. അവർ അത് ചെയ്യാം എന്നേറ്റ് പിരിഞ്ഞു. അടുത്ത പ്രാവശ്യം ഞാൻ അവരുടെ വീട്ടിലോട്ട് ചെന്നു. രാവിലെയും വൈകിട്ടും കുടുംബാംഗങ്ങൾ ഒരുമിച്ച് പൂജാമുറിയിൽ 20 മിനിറ്റെങ്കിലും ചെലവഴിക്കാൻ പറഞ്ഞു. ഈശ്വരനിൽ വിശ്വസിക്കുക, പ്രാർത്ഥിക്കുക. അവിടെ ഇരുന്ന് മകളുടെ വിവാഹത്തിന്റെ ദിവസം മനസ്സിൽ കൊണ്ടുവരിക. കല്യാണത്തിന്റെ അന്ന് ആളുകൾ വരുന്നു. കല്യാണ മണ്ഡപത്തിൽ വരന്റെ അരികിലായി മകൾ ഇരിക്കുന്നു. മകൾക്ക് ചേർന്നൊരു വരൻ. എല്ലാവരും സന്തോഷത്തിൽ. കല്യാണം കഴിഞ്ഞ് വരനും വധുവും ബന്ധുക്കളുടെ വീട്ടിൽ പോകുന്നു. എല്ലാവരും മകളെയും മരുമകനെയും കണ്ടിട്ട് തമ്മിൽ നല്ല ചർച്ചയുണ്ട് എന്നൊക്കെ പറയുന്നു. ഇത് വിശ്വസിച്ച് ചെയ്യുക. ഇനി മുതൽ ആരെങ്കിലും മകളുടെ വിവാഹത്തെക്കുറിച്ച് ചോദിച്ചാൽ ഉടനെ ഉണ്ടാകും, ഞാൻ വീട്ടിലോട്ട് വരുന്നുണ്ട് എന്നൊക്കെ മറുപടി പറയുക. 4 മാസം കഴിഞ്ഞ് അമേരിക്കയിൽ നിന്നുള്ള ഒരു സയന്റിസ്റ്റുമായി യുവതിയുടെ വിവാഹം തീരുമാനിച്ചുറപ്പിക്കുന്ന ദിവസം സയന്റിസ്റ്റ് വന്ന് പെണ്ണിനെ കണ്ട് പരസ്പരം ഇഷ്ടപ്പെടുന്നു. ഒരു ദിവസം യുവതിയുടെ ബന്ധുക്കളും അച്ഛനും മറ്റുള്ളവരും ചെറുക്കന്റെ വീട്ടിൽ ചെല്ലുന്നു.
ചെറുക്കനുമായി സംസാരിക്കുന്നതിനിടയിൽ ബന്ധുക്കൾക്കൊരു സംശയം. ചെറുക്കന് എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന്. അതുകൊണ്ട് മറുപടി പിന്നെ അറിയിക്കാമെന്ന് പറഞ്ഞ് ബന്ധുക്കൾ ഇറങ്ങി. അന്വേഷിച്ചപ്പോൾ അറിഞ്ഞു ചെറുക്കന് മാനസികമായി നല്ല സുഖമില്ല എന്ന്. യുവതിയും അച്ഛനും അമ്മയും വീണ്ടും ധർമ്മസങ്കടത്തിലായി. ജോത്സ്യന്റെ അരികിലേക്ക് പോകുന്നതിന് പകരം അവർ എന്റെ അരികിലേക്ക് വന്നു. ഞാൻ ചോദിച്ചു, നിങ്ങളുടെ മകൾക്ക് വെറുതെ ഒരു വിവാഹം നടന്നാൽ മതിയോ, അതോ നല്ലൊരു യുവാവിനെയാണോ ആവശ്യം? അവർ മറുപടി ഒന്നും പറഞ്ഞില്ല. എല്ലാം നന്മയ്ക്കായി സംഭവിക്കുന്നതാണെന്ന് കരുതുക. ഈ ചെറിയ വിഷമത്തിനിടയിൽ ഒരു വലിയ സന്തോഷം ഒളിച്ചിരിക്കുന്നുണ്ട്. അത് പുറത്തു വരുന്ന ദിവസം അധികം ദൂരത്തല്ല. നല്ലതു മാത്രം ആശിക്കുക, പറഞ്ഞതുപോലെയൊക്കെ ചെയ്യുക. വിവാഹം ഉടനെ ഉണ്ടാകും. ഞാൻ ആശ്വസിപ്പിച്ചു. 2 മാസം കഴിഞ്ഞപ്പോൾ ഒരു തിങ്കളാഴ്ച പ്രഭാതത്തിൽ തിരുവനന്തപുരം രാജധാനി കല്യാണ മണ്ഡപത്തിൽ വെച്ച് ആ യുവതിയുടെ കഴുത്തിൽ സുന്ദരനും സുമുഖനും സുശീലനുമായ ഒരു യുവാവ് താലി ചാർത്തി. ബഹ്റൈനിൽ ജോലിയുള്ള കോട്ടയത്തുകാരനായ ഒരു എഞ്ചിനീയറാണ് അവളെ വിവാഹം കഴിച്ചത്. ബഹ്റൈനിൽ ഇപ്പോൾ സുഖമായി ആ ചൊവ്വാദോഷക്കാരി വിലസി നടക്കുന്നു. ദോഷം നമ്മുടെ മനസ്സിൻ്റെതാണ്. മനസ്സിൽ നാം എന്തു വിശ്വസിക്കുന്നുവോ അത് നടക്കുന്നു. ജീവിതത്തിന്റെ സിദ്ധാന്തമാണത്. അയൽക്കാരന് തിന്മ വരാൻ നാം മനസ്സിൽ ആഗ്രഹിച്ചാൽ ആ തിന്മ ഒരിക്കൽ നമുക്ക് തന്നെ തിരിച്ചു വരും. നമ്മുടെ മനസ്സിലെ വിശ്വാസങ്ങളാണ് നമ്മുടെ ജീവിതത്തിലെ വിജയവും പരാജയവും തീരുമാനിക്കുന്നത്. നല്ല മനസ്സിനുടമകളായി നന്മ മാത്രം ചിന്തിച്ച് നന്മ മാത്രം ചെയ്തുകൊണ്ട് ജീവിക്കുവാൻ ദൈവം തമ്പുരാൻ നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. നന്ദി. ഇത്തരം ടിപ്സുകൾ ലഭിക്കാനായി 0097155943387 എന്ന നമ്പറിലേക്ക് വാട്സപ്പ് ചെയ്യുക.